നമസ്കാരം. സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മിന്നൽ പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ്. സ്പാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇതാ തലസ്ഥാനത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ സ്പർശൻ വെൽനസ് സ്പായിൽ കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്കാണ് വാർത്തകൾ ഇതുവരെയിൽ നമ്മൾ ആദ്യം കടക്കുന്നത്. ഇപ്പോൾ തലസ്ഥാനത്താണ് ഈ പരിശോധന നടക്കുന്നത്. തലസ്ഥാനത്തെ സ്റ്റാച്യുവിൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പായുടെ മറവിൽ അനധികൃതമായി പലതും നടക്കുന്നുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ലയിൽ നടന്ന സംഭവ വികാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഹെൽത്ത് വിഭാഗം, ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്പാ സെന്ററിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ നിന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്ദു, മിന്നൽ പരിശോധന നടക്കുകയാണ്. എന്തെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അല്ലെ ഈ പരിശോധന, അതോ എല്ലായിടത്തും വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ പ്രവർത്തികൾ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ഈ സെന്റർ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധന എപ്പോഴും തുടങ്ങിയതാണ്? എന്താണ് വിവരങ്ങൾ? പക്ഷേ നമുക്കറിയാം, ഇന്നലെ പത്തനംതിട്ട പെരുന്നള്ളയിൽ സംഭവിച്ച വിഷയം ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന സ്പാ സെന്ററുകൾക്കെതിരെ, അതുപോലെ തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകൾക്കെതിരെയും ഒക്കെ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം മേയർ വി രാജേഷും ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. നമ്മൾ മാതൃഭൂമി ന്യൂസ് തന്നെ ഇന്ന് രാവിലെ ഇത്തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മേയർ വി രാജേഷിന്റെ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള അധീനതയിലുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്പാകളിൽ ഇത്തരത്തിൽ അനധികൃതമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുമ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം അവിടെ സ്റ്റാഫുകളെ നിയോഗിക്കാനായിട്ട്. അവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും പാലിക്കാത്തതോ തെറ്റായ രീതിയിൽ ഏതെങ്കിലും പ്രവർത്തനം നടക്കുന്നു എന്ന് സൂചനകൾ ലഭിക്കുന്നതോ ആയിട്ടുള്ള സ്പായിൽ ഇത്തരം പരിശോധനകൾ നടക്കുമെന്നും അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സ്പർശൻ വെൽനസ് സ്പാ, അവിടെയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ തലസ്ഥാനത്ത് സ്റ്റാച്യു ജംഗ്ഷനിൽ സ്പർശൻ വെൽനസ് സ്പായിലാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേയർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ തന്നെ തലസ്ഥാനത്ത് ഇപ്പോൾ പല കേന്ദ്രങ്ങൾ, സ്പാ കേന്ദ്രങ്ങളിൽ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ, നിയമവിരുദ്ധമായി നിയമം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അനധികൃതമായി എന്തെങ്കിലും പ്രവൃത്തികൾ ഒത്താശ ചെയ്യുന്നുണ്ടോ ഈ സ്പായ്ക്ക് മറവിലായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. മിന്നൽ പരിശോധനയാണ് ഇപ്പോൾ ഈ സ്പർശൻ വെൽനസ് സ്പായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോഴിതാ അവിടെയുള്ള ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പായിൽ, അതായത് തിരുവല്ലയിൽ നിന്നും വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ ആവർത്തിച്ച് രണ്ടാമതൊന്ന് പറയേണ്ടി വരുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്, അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ SP വ്യക്തമാക്കിയിരുന്നു, ഇങ്ങനെ സ്പായുടെ മറവിൽ പല തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെ SP കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിരുവല്ലയിൽ നടന്ന സംഭവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴിതാ തലസ്ഥാനത്ത് പരിശോധന നടക്കുന്നു, തിരുവനന്തപുരത്ത് പരിശോധന നടക്കുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദു, ഇതിപ്പോൾ ഈ സ്പായിൽ മാത്രമാണോ, ഈ കേന്ദ്രത്തിൽ മാത്രമാണോ പരിശോധന നടക്കുന്നത്? മറ്റെവിടെയെങ്കിലും സമാന്തരമായി പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ പരിശോധന തുടങ്ങിയിട്ട് എത്രമാത്രം സമയമായിട്ടുണ്ട്? എന്തെങ്കിലും നിയമലംഘനമായിട്ടുള്ള കാര്യങ്ങൾ, അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അക്ഷയ, ഒരു 10 മിനിറ്റ് മുൻപാണ് ഈ സംഘം, പോലീസ് അടങ്ങുന്ന സംഘം സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സ്പർശൻ വെൽനസ് സ്പായിലേക്ക് എത്തുന്നത്. ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട്, അത് 2 റൂമുകളിലായിട്ടാണ് ഈ സ്പാ സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ എത്തുകയും അധികൃതരുമായി സംസാരിക്കുകയും ഇവിടുത്തെ ജീവനക്കാരുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിനുള്ളിൽ ജീവനക്കാരുണ്ട്. ഈ ഞായറാഴ്ച ദിവസമായിട്ട് കൂടി അവരുമായി സംസാരിക്കുകയും ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുകയാണ്. ലൈസൻസുകളെക്കുറിച്ച് ലൈസൻസ് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ജീവനക്കാർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ ഡിഗ്രി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള
മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം നമുക്കറിയാം. ഇപ്പോൾ സ്പാ സെൻ്ററുകളെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്തിടെയായി ഉയർന്നു വരുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. ഇപ്പം ക്രോസ് മസാജ് അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശവും നിയന്ത്രണവും ഉള്ളതാണ്. പക്ഷേ ക്രോസ് മസാജ് അടക്കമുള്ള കാര്യങ്ങൾ പല സ്പാകളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്പാകളിൽ പലയിടങ്ങളിലും ഇതുപോലെ തന്നെ ലൈസൻസ്ഡ് അല്ലാത്തവയും അതുപോലെ തന്നെ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളുമുണ്ട് എന്ന അറിവ് നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നിതായിപ്പോൾ ഇവിടെ ഒരു മിന്നൽ പരിശോധന നടക്കുന്നത്. നിലവിൽ ഇപ്പം ആദ്യഘട്ടമായിട്ട് ഇവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റേതെങ്കിലും തരത്തിൽ ഇനി ഏതെങ്കിലും സ്പായിലേക്ക് അന്വേഷണം നീട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെയും പരിശോധന നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇന്ദുലേഖയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇത് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലിപ്പോൾ നിയമലംഘനമോ ഏതെങ്കിലും തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് എന്തെങ്കിലും സംഭവ വികാസങ്ങളോ ഈ സ്പായിൽ നടക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല. അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരോട് ചോദ്യം ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ഉദ്യോഗസ്ഥർ. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പലയിടങ്ങളിൽ നിന്നായിട്ട്, തിരുവല്ലയിലുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നായിട്ട് ഞെട്ടിപ്പിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് തിരുവല്ലയിൽ നിന്ന് സമീപ ദിവസങ്ങളിൽ വന്നതിനപ്പുറത്തേക്ക് സ്പായുടെ മറവിൽ പലതും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് സംബന്ധിച്ചുള്ള കേസുകൾ പലയിടങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത്, ഇത് നമ്മുടെ കേരളത്തിലോ എന്ന് നമ്മൾ ചോദിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും പുറത്തു വരാതെ സ്പാ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കിടക്കുന്നത്. ഇന്ദു, അറിയേണ്ടത് ഇത്രമാത്രമാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ആദ്യഘട്ടത്തിലെ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നു. മറ്റെവിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ടോ? ആരോഗ്യ വിഭാഗത്തിനോട് ചോദിച്ചറിയുമ്പോൾ, അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിയുമ്പോൾ സമാന്തരമായി മറ്റെവിടെയെങ്കിലും പരിശോധന നടക്കുന്നുണ്ടോ, നടത്തിയിട്ടുണ്ടോ? ഇന്ദു, കേൾക്കാമോ? മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇവിടെ സംശയാസ്പദമായി ഒരു സംഭവം. അക്ഷയ കേൾക്കുന്നില്ലേ? അക്ഷയ കേൾക്കാമോ? അക്ഷയ, ഇപ്പോൾ ഒരു വിഷയം നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു. അതായത് ഈ സ്പായുമായി കേന്ദ്രീകരിച്ചാണ് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഇൻ്റർവ്യൂ നടന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിനായി എത്തിയ ഒരു പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ് നിലവിലിപ്പോൾ ഈ അന്വേഷണം, ആ പരാതിയാണ് ഈ പരിശോധനയിലേക്ക് എത്തിച്ചതെന്ന് തന്നെ പറയാം. അതായത് സ്പാ സെൻ്ററിലേക്ക് ഇൻ്റർവ്യൂവിനായി എത്തിയതായിരുന്നു ഒരു യുവതി. ഇൻ്റർവ്യൂവിന് ശേഷം അവരോട് മറ്റു തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ സ്പായിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ മറ്റു തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഇവിടെയുള്ള ജോലിക്കാർ, അതായത് അവർ ഇൻ്റർവ്യൂ നടത്തിയവർ പറഞ്ഞുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി, നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ സ്പാ സെൻ്ററുമായി കേന്ദ്രീകരിച്ച് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇതിനെതിരെ പ്രതികരിച്ചു. ഇവർ വളരെ മോശമായിട്ടാണ് ഈ പെൺകുട്ടിയോട് പെരുമാറിയതെന്നും അത്തരത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നും ആ പെൺകുട്ടി പറയുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിൻ്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ സ്പാ സെൻ്റർ കേന്ദ്രീകരിച്ച് പെട്ടെന്നൊരു മിന്നൽ പരിശോധന നടത്തിയത് എന്നാണ് അക്ഷയ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിന്നൽ പരിശോധനയാണ് ഇപ്പോൾ സ്പാ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്താണ്, സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഈ പരിശോധന നടക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ആ സ്പാ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നവർ. എന്തായാലും അവിടുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു നഗരസഭ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. ഇന്ദുലേഖ രേണു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.